Hello dear children, welcome to Kids Area Online. 6ാം ക്ലാസ്സിൽ നിന്ന് ഹിന്ദി എക്സാം ആയിരുന്നു. ഹിന്ദി എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? എല്ലാവരും എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തായിരുന്നോ? ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം, ആൻസേഴ്സ് നോക്കാം. അതിനു മുൻപ് കിഡ്സ് ഏരിയ ഓൺലൈൻ STD 1 മുതൽ STD 7 വരെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിലബസ് ട്യൂഷൻ നൽകുന്നുണ്ട്. LKG UKG ക്ലാസ്സസ് നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസും നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ലൈവായിട്ട് സൂമിൽ ലൈവ് ക്ലാസ്സസ് ആണ് വരുന്നത്. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഫീ നൽകിയാണ് പഠിക്കുവാനുള്ളത്. താല്പര്യമുള്ളവർക്ക് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇപ്പോൾ എക്സാം സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷൻ 2024-2025 ഇതിൽ 7 ക്വസ്റ്റ്യൻ ആണ് വരുന്നുണ്ടാവുക. അതിൽ ഒന്നാമത്തെ ഗതിവിധി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും ഉത്തരം എഴുതണം. ഗതിവിധി 1 का उत्तर लिखना अनिवार्य है. ഒന്നാമത്തേത് എന്തായാലും ഉത്തരം എഴുതണം. 2 से 6 तक की गतिविधियों में से किन्हीं 4 के उत्तर लिखें. 2 മുതൽ 6 വരെയുള്ളതിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയാകും. അതിൽ ഒന്നാമത്തെ ഗതിവിധി നോക്കാം. ഇതിൽ ചെറിയൊരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് താഴെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഉത്തരം കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. ആദിത്യ കാ ഘർ സ്കൂൾ കെ പാസ്. ആദിത്യയുടെ വീട് സ്കൂളിന്റെ അടുത്താണ്. ഇത്തനാ കി സ്കൂൾ സെ ആത്തി ആവാസെ മുസ്കെ ഘർ മേം സുനായി ദേത്തി ഹേ. അതായത് ആദിത്യന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ആ സ്കൂളിലെ ശബ്ദങ്ങളൊക്കെ കൃത്യമായി നല്ലതുപോലെ കേൾക്കാൻ പറ്റും. വഹ് ആരാം സെ സ്കൂൾ ജാനേക്ക് തയ്യാരി കർത്താ ഹെ. അതുകൊണ്ട് എന്താണ്, എല്ലാം കറക്റ്റായിട്ട് തന്നെ നല്ല സുഖത്തോടു കൂടെ തന്നെ എന്താണ് നമ്മുടെ ആദിത്യൻ സ്കൂളിൽ പോകാൻ വേണ്ടി തയ്യാറാകും. വഹ് റോസ് സമയപ്പർ സ്കൂൾ പഹുഞ്ചത്താ ഹെ. അവൻ കൃത്യസമയത്ത് എല്ലാ ദിവസവും സ്കൂളിൽ പോകും. ആദിത്യ റൊട്ടി ഔർ സബ്ജി കാ നാശ്ത കർത്താ ഹെ. രാവിലെ ആദിത്യൻ കഴിച്ചിട്ട് പോകുന്നത് റൊട്ടിയും സബ്ജിയും, റൊട്ടിയും പച്ചക്കറിയും ആണ്. തബ് ഉസ്കി മാം ദർവാസെ പർ ഖടി ഹോത്തി ഹെ. അവൻ പോകുമ്പോൾ അവൻ്റെ അമ്മ വീടിന്റെ വാതിൽ ഇങ്ങനെ നിൽക്കും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ ആദിത്യ കാ ഘർ കഹാം ഹെ. ആദിത്യയുടെ വീട് എവിടെയാണ്? ആദിത്യ കാ ഘർ സ്കൂൾ കെ പാസ് ഹെ. സ്കൂൾ കെ പാസ്, ഓപ്ഷൻ ആ, അതാണ് ഉത്തരം. ആദിത്യ കൈസെ സ്കൂൾ ജാനിക്ക് തയ്യാരി കർത്ത ഹെ. ആദിത്യ സ്കൂളിൽ പോകാൻ എങ്ങനെയാണ് തയ്യാറാവുന്നത്? ആരാം സേ. ഈ ഓപ്ഷൻ ഇ, ആരാം സേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആദിത്യ നാശ്തേ മേ ക്യാ ഖാത്താ ഹെ. രാവിലെ പ്രഭാത ഭക്ഷണത്തിന് എന്താണ് കഴിക്കുന്നത്? ഓപ്ഷൻ ആ, റൊട്ടി ഔർ സബ്ജി. റൊട്ടിയും പച്ചക്കറിയും. ഓപ്ഷൻ ആ, റൊട്ടി ഔർ സബ്ജി. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ, ദർവാസെ പർ കോൻ ഖടി ഹോത്തി ഹെ. വാതിൽക്കൽ നിൽക്കുന്നത് ആരാണ്? അവൻ പോകുമ്പോൾ വാതിൽക്കൽ നിൽക്കുന്നത് ആരാണ്? മാം, അമ്മയാണ്. ഓപ്ഷൻ ഇ, മാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ഇവിടെ 4 പ്രസ്താവനകൾ പറയുന്നുണ്ട്. അത് ഏതാണ് ശരി എന്ന് ചോദിക്കുകയാണ്. ആദിത്യ റോസ് സമയപ്പർ സ്കൂൾ നഹിയും പഹൂഞ്ചത്താ ഹെ. ആദിത്യ എല്ലാ ദിവസവും സമയത്തിന് സ്കൂളിൽ എത്താറില്ല. ആദിത്യ റോസ് സമയപ്പർ സ്കൂൾ പഹൂഞ്ചത്താ ഹെ. എല്ലാ ദിവസവും കൃത്യസമയത്ത് സ്കൂളിൽ എത്താറുണ്ട്. ആദിത്യ കഭി സമയപ്പർ സ്കൂൾ പഹൂഞ്ചത്താ ഹെ. ചിലപ്പോഴൊക്കെ കൃത്യസമയത്ത് എത്താറുണ്ട്. ആദിത്യ കഭി സമയപ്പർ സ്കൂൾ നഹിയും പഹൂഞ്ചത്താ ഹെ. ചിലപ്പോൾ കൃത്യസമയത്ത് സ്കൂളിൽ എത്താറില്ല എല്ലാ ദിവസവും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ആദിത്യ റോസ് സമയപ്പർ സ്കൂൾ പഹുഞ്ചത്താ ഹെ. ആദിത്യ കൃത്യസമയത്ത് സ്കൂളിൽ എത്തിച്ചേരാറുണ്ട്. ഓക്കെ, ഓപ്ഷൻ ബി, ആ ആണ് ശരിയായ ഉത്തരം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ശരിയായിട്ട് എഴുതിയല്ലോ. ഗതിവിധി 1 എല്ലാവർക്കും ശരിയാണോ? ഇത് നിർബന്ധമായിട്ട് എഴുതണം. അപ്പോൾ എല്ലാവരും എഴുതി കാണും എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ഗതിവിധിയിലോട്ട് പോവാം. രണ്ടാമത്തെ ഗതിവിധി പറയുന്നത് ഒരു ചെറിയൊരു ന്യൂസാണ്. ബദ്രിനാഥ് നടന്ന ഒരു ന്യൂസാണ്. उत्तराखंड में 80 दिनों से फैसे लोगों की जाने बचाने का काम खत्म हो चुका है. कई लोगों ने अपनी जान हथेली पर रखकर यह काम किया. उत्तराखंड में आए सैलाब ने बद्रीनाथ में भी जमकर തബാഹി മച്ചായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിൽ 18 ദിവസത്തോളമായി ഉത്തരാഖണ്ഡിൽ ആളുകളുടെ ജീവൻ രക്ഷിക്കാനുള്ള ജോലി നടക്കുകയാണ്. ആളുകൾ സ്വന്തം ജീവൻ പണയം വെച്ച് അവിടെ രക്ഷിക്കുകയാണ്. ഉത്തരാഖണ്ഡ് ആയ സൈലാബ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം. ഉത്തരാഖണ്ഡിൽ നടന്ന വെള്ളപ്പൊക്കം ബദ്രിനാഥിനും നാശം വിതച്ചു എന്നാണ് ഇവിടെ പറയുന്നത്.
ഓക്കെ, മനസ്സിലായല്ലോ. ഉത്തരാഖണ്ഡിൽ 18 ദിവസമായി വെള്ളപ്പൊക്കത്തിന്റെ ഇതായാല് ആളുകളുടെ രക്ഷാപ്രവർത്തനമൊക്കെ നടക്കുകയാണ്. ബദ്രിനാഥിലും ഒത്തിരി നാശം വിതച്ചു എന്നാണ് പറയുന്നത്. അതിൽ ക്വസ്റ്റ്യൻ വരുന്നത് ഉത്തരാഖണ്ഡ് മേ കോൺ സി പ്രാകൃതിക് ദുർഘടന ഹുയി. ഉത്തരാഖണ്ഡിൽ എന്ത് പ്രകൃതി ദുരന്തമാണ് നടന്നത്? സൈലാബ്. സൈലാബ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം. പ്രകൃതി കാ സംരക്ഷൺ ഹമാരാ കർത്തവ്യ ഹെ. പ്രകൃതിയുടെ സംരക്ഷണം നമ്മുടെ കടമയാണ്. ഏക് സന്ദേശ് ദേത്തെ ഹുയെ ഏക് പോസ്റ്റർ തയ്യാർ കരേ. ഈ ഒരു സന്ദേശം ഉൾപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റർ തയ്യാറാക്കുക എന്നതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഗതിവിധി 3 മൂന്നാമത്തത് നോക്കാം. ഇവിടെ പറയുന്നത് മുർച്ചായ ഫൂൽ കവിത കാ യഹ് അംശ് പഠേ ഔർ പ്രശ്നോं के उत्तर लिखे. മുർച്ചായ ഫൂൽ എന്ന കവിതയുടെ ചെറിയൊരു ഭാഗം ഇവിടെ തന്നിട്ടുണ്ട്. താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഗുസരോ അഗർ പാസേ ഇസ്കെ ഇസേ ചോട്ട് പഹുഞ്ചാനാ മത്. ജീവൻ കെ അന്തിം ഘടിയോ മേം ദേഖോ ഇസേ രുലാനാ മത്. അതായത് ഇവിടെ പറയാണ്, നിങ്ങൾ നിങ്ങൾ അതിലൂടെ കടന്നു പോയാൽ വേദനിപ്പിക്കരുത്, ജീവിതത്തിന്റെ അവസാന മണിക്കൂറുകളിൽ നോക്കൂ, അവനെ കരയിപ്പിക്കരുത് എന്ന് പറയാണ്. അതായത് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും മുർച്ചായേ ഹുയെ. മുർച്ചായ പൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടിയ പൂവ്. മുർച്ചായ പൂൽ, വാടിയ പൂവ്. അപ്പോൾ വാടിയ പൂവിന്റെ അടുത്തുകൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ വേദനിപ്പിക്കരുതെന്ന് പറയണം. വാടിയ പൂവിന്റെ അടുത്തൂടെ നിങ്ങൾ കടന്നു പോയാൽ നിങ്ങൾ അതിനെ വേദനിപ്പിക്കരുത്. അതിന്റെ ജീവന്റെ അവസാന നിമിഷങ്ങളാണ്, അതുകൊണ്ട് അതിനെ കരയിപ്പിക്കരുത് എന്ന് പറയാണ്. ഒരു വാടിയ പൂവിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ക്വസ്റ്റ്യൻ നോക്കാം. ദുഃഖ് ദേന കാ സമാൻ ആശയവാല ശബ്ദ കവിതാംശ സെ ചുൻകർ ലിഖേ. ഇതിൽ ദുഃഖ് ദേന അതായത് വേദനിപ്പിക്കരുത്, വേദനിപ്പിക്കുക, വേദന നൽകാൻ എന്ന് വരുന്ന വാക്ക് ഏതാണ്? ഹസാന ചിരിക്കുക, രുലാന കരയുക, ഭഗാന ഖിലാന. അപ്പോൾ രുലാനയാണ് കരയുക. അപ്പോൾ രുലാനയാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ രുലാനയാണ് ശരിയായ ഉത്തരം. ഇനി അതിൽ ക്വസ്റ്റ്യൻ വരുന്നത് ഇൻമേം സെ ദോ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ഇതിൽ 2 ശരിയായിട്ടുള്ളതാണ്. അത് ഈ അർത്ഥവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഏതൊക്കെയാണ്? 2 ശരിയായ നിർദ്ദേശങ്ങൾ തിരഞ്ഞെടുത്ത് അവ എഴുതുക എന്നുള്ളതാണ്. ഒന്നാമത്തേത് മുർച്ചായേ ഹുയേ ഫൂൽ കോ ചോട്ട് നഹീം പൗഞ്ചാനി ഹേ. അതായത് വാടിയ പൂവിനെ ഉപദ്രവിക്കരുത് എന്നാണ് പറയുന്നത്. വാടിയ പൂവിനെ ഉപദ്രവിക്കരുത്. മുർച്ചായ ഹുയേ ഫൂൽ കോ ചോട്ട് പഹുഞ്ചാനി ഹേ. വാടിയ പൂവിനെ ഉപദ്രവിക്കണം, വേദനിപ്പിക്കണം എന്നാണ് രണ്ടാമത് പറയുന്നത്. മുർച്ചായ ഹുയെ ഫൂൽക്കോ രുലാനാഹേ. വാടിയ പൂവിനെ കരയിപ്പിക്കണമെന്നാണ് മൂന്നാമത് പറയുന്നത്. മുർച്ചായ ഹുയെ ഫൂൽക്കോ രുലാന നഹീം ഹേ. വാടിയ പൂവിനെ കരയിപ്പിക്കരുതെന്നാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ ഈ കവിതയുമായി ബന്ധപ്പെട്ട് എന്താണ് ശരിയായ 2 വാക്യങ്ങൾ? എന്താണ്? വാടിയ പൂവിനെ വേദനിപ്പിക്കരുത്, വാടിയ പൂവിനെ കരയിപ്പിക്കരുത്. അത് ഏതൊക്കെയാണ്? മുർച്ചായ ഹുയെ ഫൂൽക്കോ ചോട്ട് നഹീം പഹൂഞ്ചാനി ഹേ. വേദനിപ്പിക്കരുത്, വാടിയ പൂവിനെ വേദനിപ്പിക്കരുത്. ഓപ്ഷൻ എ. അടുത്ത ഓപ്ഷൻ അതായത് ഓപ്ഷൻ ഡി ആയിട്ട് വരും. നാലാമത്തത് മുർച്ചായ ഹുയെ ഫൂൽക്കോ രുലാന നഹീം ഹേ. വാടിയ പൂവിനെ കരയിപ്പിക്കരുത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അഗർ ആപ് മുർച്ചായേ ഹുയെ ഫൂൽ കെ പാസെ ഗുസരേം തോ ഉസേ ചാട്ട് നഹീം പഹുഞ്ചാനാ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉണങ്ങിയ പൂവിന്റെ അരികിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ അതിനെ ഉപദ്രവിക്കരുത്. ഇത് ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ള വരി ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെയാണ് അടുത്തൂടെ പോയി കഴിഞ്ഞാൽ ഗുസരോ അഗർ പാസേ ഇസ്കെ ഇസേ ചോട്ട് പഹുഞ്ചാനാമത്. അതാണ് ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഗായ്ക്ക് ഉത്തരം. ഗതിവിധി 4. ഇവിടെ ദോ ഭായി കഹാനി കാ യഹ് അംശ് പഠേ ഔർ പ്രശ്നോं के उत्तर लिखे. അത് ദോ ഭായി എന്ന കഹാനിയുടെ ഒരു ഭാഗം ഇവിടെ തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ചോട്ടാ ഭായി കലിഹാൻ പർ ഹി രുക്കാരഹ. ഇളയ സഹോദരൻ കലിഹാൻ എന്ന് പറഞ്ഞാൽ കളപ്പുരയിലാണ് താമസിക്കുന്നത്. വഹ് സോച്നെ ലഗ. അവൻ ചിന്തിക്കുന്നു, ഭായിക്ക് ഷാദി ഹോ ഗയി ഹേ. സഹോദരന്റെ കല്യാണം കഴിഞ്ഞു. ഉൻകാ പരിവാർ ഹേ. അവന് കുടുംബമുണ്ട്. ഇസലിയെ അതുകൊണ്ട് ഉനേം ജ്യാദ ഗേഹൂ കി ജരൂരത് ഹോഗി. അവന് കൂടുതൽ ഗോതമ്പ് ആവശ്യമായിട്ട് വരും. എഹ് സോച്കർ ഉസ്നെ അപ്നെ ടേർ സെ കൈ ടോക്കരി ലേക്കർ ബഡേ ഭായി വാലെ ടേർമേ മിലാദി. അതായത് അങ്ങനെ ചിന്തിച്ചിട്ട് അവന്റെ ടേർ എന്ന് പറഞ്ഞ കൂമ്പാരം, തന്റെ കൂമ്പാരത്തിൽ നിന്നും ഗോതമ്പ് എടുത്ത് ആരുടെ കൂമ്പാരത്തിൽ ഇടുന്നു? സഹോദരന്റെ കൂമ്പാരത്തിലേക്ക് ഇടുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ചോട്ടാ ഭായി കഹാം രുക്കാരഹ. ചോട്ടാ ഭായി ഇളയ സഹോദരൻ എവിടെയാണ് താമസിക്കുന്നത്? ചോട്ടാ ഭായി കലിഹാൻ പർ ഹി രുക്കാരഹ. എവിടെയാണ് താമസിക്കുന്നത്? ഇവിടെ തന്നെയുണ്ട്, കളപ്പുരയുടെ അടുത്താണ്. എന്ത് ചെയ്യുന്നത്? കളപ്പുരയിലാണ് ആര് താമസിക്കുന്നത്? ഇളയ സഹോദരൻ താമസിക്കുന്നത്. കലിഹാനാണ് ഉത്തരം.
അതിന്റെ ഖ ക്വസ്റ്റ്യൻ संकेतों की सहायता से छोटे भाई के विचारों के ഡയറി के रूप में लिखे. ഇവിടെ താഴെ ചോട്ടെ ഭായിയുടെ ചിന്തകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനെ അടിസ്ഥാനമാക്കി ഡയറി എഴുതുക. അന്ന് നടന്ന കാര്യം ഡയറി ആയിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ 4 കാര്യം, അന്ന് നടന്ന 4 കാര്യം, ഇളയ സഹോദരൻ ചിന്തിച്ച 4 കാര്യം ഇവിടെ കൊടുക്കുന്നുണ്ട്. ബഡേ ഭായിക്ക് ഷാദി ഹോഗി ഹേ ഉൻകാ പരിവാർ ഹേ. മൂത്ത സഹോദരന്റെ കല്യാണം കഴിഞ്ഞു, അവന് കുടുംബമുണ്ട്. ആജ്മേം ബഹുത്ത് ഖുഷ്ഹും, ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. ആജ്മേമിനെ ബഡേ ഭായിക്ക് സാത്ത് ഗേഹൂ കി ഫസൽ കാട്ടി, ഇന്ന് ഞാൻ എൻ്റെ സഹോദരനോടൊപ്പം ഗോതമ്പ് വിളവെടുക്കാനായിട്ട് പോയി. മെയ്നെ ഗേഹൂ കെ കൈ ടോക്കരി ഉസേ ദേദി, ഞാൻ അദ്ദേഹത്തിന് നിരവധി കുട്ട ഗോതമ്പ് കൊടുത്തു എന്ന് പറയാണ്. അപ്പൊ ഇതിന്ന് മനസ്സിലാക്കാം ഇന്ന് അവൻ വളരെ സന്തോഷത്തിലാണ്. കാരണം അവർ എന്തിനു പോയി? വിളവെടുക്കാനായിട്ട് പോയി, ഗോതമ്പ് വിളവെടുക്കാനായിട്ട് പോയി. അപ്പോൾ അവൻ ചിന്തിച്ചു, അവൻ്റെ സഹോദരൻ്റെ കല്യാണം കഴിഞ്ഞു, അവന് കൂടുതൽ ഗോതമ്പ് ആവശ്യമായി വരുമെന്ന് അവന് ചിന്തിച്ചു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? മേനെ ഗെഹുക്കി കൈ ടോക്കരി ഉസേ ദേദി, തൻ്റെ കൂമ്പാരത്തിൽ നിന്ന് സഹോദരന് നൽകി. അപ്പോൾ ഈ 2 പാരഗ്രാഫും നമുക്ക് ഈ പാരഗ്രാഫും ഇതിൽ നിന്ന് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം? ഡയറി, ഇന്നത്തെ ഡയറി എഴുതാം. അവൻ എഴുതിയ ഡയറി, അത് അവനെന്ന് പറഞ്ഞാൽ ചോട്ടാഭായി എഴുതിയ ഡയറി നമുക്ക് തയ്യാറാക്കാനായിട്ട് കഴിയും. അതായിരുന്നു ഖ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഗതിവിധി 5, 5ാമത്തെ ഗതിവിധി നോക്കാം. നന്ന ഉല്ലു കഹാനി കാ യഹാംശ് പടേ. ഇവിടെ നന്ന ഉല്ലു എന്ന് പറയുന്ന ചെറിയ മൂങ്ങയുടെ ഒരു കഥ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പ്രശ്നമൊക്കെ ഉത്തരലിക്കുകയും അത് വായിച്ച് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അതിൽ ഒന്നാമത്തെ ആദ്യം ഇത് വായിച്ചു തരാം. अगली रात नन्हे उल्लू ने समुद्र की लहरों की आवाज सुनी. രാത്രി കടലിലെ തിരമാലകളുടെ ശബ്ദം നന്നെ ഉല്ലു കേട്ടു, ചെറിയ മൂങ്ങ കേട്ടു, സമുദ്രത്തിലെ തിരമാലകളുടെ ശബ്ദം. സമുദ്രമേ കിത്തനി ലഹരേം ഹേ, സമുദ്രത്തിൽ എത്ര തിരമാലകളുണ്ട്? ഉസ്നെ അമ്മാസെ പൂച്ച, അവൻ അവന്റെ അമ്മയോട് ചോദിച്ചു. ബഹുത്ത് സി, ഒത്തിരി ഉണ്ട്. അമ്മ ബോലി, അമ്മ മറുപടി പറഞ്ഞു, ഒത്തിരി. ബഹുത്ത് സി, കിത്തനി, എത്ര? നന്നെ ഉല്ലൂനെ ഫിർ പൂച്ച, ചെറിയ മൂങ്ങ വീണ്ടും ചോദിച്ചു, എത്ര? ജാവോ ജാക്കർ ഗിൻലോ, പോയി എണ്ണി നോക്കൂ എന്ന് ആര് പറഞ്ഞു? അമ്മ പറഞ്ഞു. അമ്മാനെ ജവാബ് ദിയ, അമ്മ മറുപടി പറഞ്ഞു. നന്ന ഉല്ലു ഉട്കർ സമുദ്രക്കെ കിനാര ആ പഹൂഞ്ച. നന്ന ഉല്ലു, ചെറിയ മൂങ്ങ എന്ത് ചെയ്തു? നേരെ സമുദ്രത്തിന്റെ അടുത്തേക്ക് പറന്നു പോയി, കടൽ തീരത്തെത്തി. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. നന്ന ഉല്ലു ഉട്കർ കഹാം ആ പഹൂഞ്ച, ചെറിയ മൂങ്ങ പറന്ന് എവിടെ എത്തി? സമുദ്രക്കെ കിനാരെ, സമുദ്രത്തിന്റെ തീരത്തെത്തി. അതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. അമ്മ ഉല്ലു അവർ നന്ന ഉല്ലു കെ ബീച്ച് കി ബാത് ചീത് തയ്യാർ കരേം. അമ്മ ഉല്ലുവും നന്നെ ഉല്ലു, അമ്മ മൂങ്ങയും കുഞ്ഞു മൂങ്ങയും തമ്മിൽ, ചെറിയ മൂങ്ങയും തമ്മിലുള്ള സംഭാഷണം, കോൺവെർസേഷൻ എഴുതൂ. അപ്പോൾ നന്ന ഉല്ലു പറയാണ്, അമ്മ ഏക് ബാത് പൂഞ്ചു, അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ അമ്മ ഉല്ലു പറയണേ, ഹാം പൂഞ്ചോ, ഓക്കെ പറഞ്ഞോ എന്ന് പറയാണ്. അപ്പൊ നന്ന ഉല്ലു എന്ത് പറഞ്ഞാണ്? ഇവിടെ തന്നെ ഉണ്ട്. സമുദ്രമേം കിത്തനി ലഹരേം ഹേ, സമുദ്രത്തിൽ എത്ര തിരമാലകളുണ്ട്? അപ്പൊ അമ്മ ഉല്ലു എന്ത് പറഞ്ഞു? ബഹുത്ത് സി എന്ന് ഇവിടെ എഴുതുക. അടുത്ത് വീണ്ടും നന്ന ഉല്ലു ചോദിക്കുകയാണ്, കിത്തനി എത്ര? അതിവിടെ എഴുതുക. അപ്പൊ അമ്മ വീണ്ടും എന്ത് മറുപടി പറഞ്ഞു? ജാവോ ജാക്കർ ഗില്ലോ, പോയി എണ്ണി നോക്കൂ, അതിവിടെ എഴുതുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതിൽ തന്നെയുണ്ട്, കണ്ടെത്തി എഴുതുക. അതായിരുന്നു ഗതിവിധി 5. ഇനി നെക്സ്റ്റ് ഗതിവിധി 6, ലാസ്റ്റ് എന്താണ് നോക്കാം. 6 ഗതിവിധിയിൽ ലാസ്റ്റ് എന്താണ് നോക്കാം. ഗതിവിധി 6, ചിത്രോं के आधार पर प्रश्नों के उत्तर लिखें. താഴെ കുറച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്, അത് ഈ ചിത്രത്തിൽ നിന്ന് കണ്ടെത്തി എഴുതൂ. ഒന്നാമത്തത്, ചിത്രോं के आधार पर वाक्यों को क्रम से लिखें. ഇതിന്റെ അടിസ്ഥാനത്തിൽ വാക്യം ക്രമത്തിലാക്കൂ. ആദ്യം എന്താണ്? വൃത്തൻ ക്ഷീണിതനായിട്ടിരിക്കുന്നു. അതേതാണ്? ബൂട്ട ആദ്മി തക്കാ ഹുവാ ബൈട്ടാ ഹേ. രണ്ടാമത്തതാണ് ആദ്യത്തെ. ബൂട്ട ആദ്മി തക്കാ ഹുവാ ബൈട്ടാ ഹേ. വയസ്സായ വൃദ്ധൻ എന്ത് ചെയ്യുന്നു? ക്ഷീണിതനായിട്ടിരിക്കുന്നു. ഇനി രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് ഇതാണ്, പെൺകുട്ടി വെള്ളം കൊടുക്കുന്നു. അതേതാണ്? ലഡ്കി പാനിക്ക് ബോത്തൽ ബൂട്ടെ ആദ്മിക്കോ ദേത്തി ഹേ. രണ്ടാമത്തെ സെന്റൻസ് ഇതാണ്. ലഡ്കി പാനിക്ക് ബോത്തൽ ബൂട്ടെ ആദ്മിക്കോ ദേത്തി ഹേ. പെൺകുട്ടി വൃദ്ധന് വെള്ളം കൊടുക്കുന്നു. ഇനി മൂന്നാമത്തെ ചിത്രം, ബാക്കി കുടിച്ചിട്ട് ബാക്കി എന്ത് ചെയ്യുന്നു? വെള്ളം കൊടുക്കുന്നു. കുറച്ച് വെള്ളം എന്തിനൊഴിക്കുന്നു? ചെടിക്ക് ഒഴിക്കുന്നു. അതേതാണ് ഇവിടെ? ബൂട്ട ആദ്മി പൗത്തേക്കോ പാനി ദേത്താ ഹേ. വയസ്സായ വൃദ്ധൻ എന്ത് ചെയ്യുന്നു? കുറച്ച് വെള്ളം എന്ത് ചെയ്യുന്നു? ചെടിക്ക് ഒഴിക്കുന്നു. അതാണ് ഓപ്ഷൻ ദ. മൂന്നാമത്തതിൻ്റെ ഉത്തരമാണ് ഇവിടെയുള്ളത്. ഇനി നാലാമത്തത്, വൃദ്ധൻ വെള്ളം കുടിക്കുന്നു. ബൂട്ട ആദ്മി പാനി പീത്താ ഹേ. വൃദ്ധൻ വെള്ളം കുടിക്കുന്നു. അതാണ് ഇത് നാലാമത്തത്. ഓക്കെ, അപ്പം ഇത് മനസ്സിലായല്ലോ. 4 സെന്റൻസും ക്രമമായിട്ട് ഇവിടെ എഴുതാം. ഒന്നാമത്തെ പിക്ചറിന്റെ സെന്റൻസ്
എന്ന് പറയുന്നത് ക്ഷീണിതനായിട്ടിരിക്കുന്നു, അത് ഇതാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് പെൺകുട്ടി വെള്ളം കൊടുക്കുന്നു, ലഡ്കി പാനിക്ക് ബോത്തൽ, അതാണ്. മൂന്നാമത്തെ ചെടിയിൽ ഒഴിക്കുന്നു, ബൂട്ട ആദ്മി പൗത്തേക്കോ പാനി ദേത്താ ഹേ. നാലാമത് വൃദ്ധൻ വെള്ളം കുടിക്കുന്നു, ബൂട്ട ആദ്മി പാനി പീത്താ ഹേ. ഇനി ലാസ്റ്റ് ചിത്രകഥയിലെ ഉചിത ശീർഷകത. ഈ ചിത്രകഥയ്ക്ക് ഒരു പേര് കൊടുക്കുക. നല്ലൊരു എന്താ പറയുക, ബൂട്ടാത്മിയെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, കേട്ടോ ടീച്ചർ പറഞ്ഞു എന്നേ ഉള്ളൂ, ഇഷ്ടമുള്ള പേര് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഈ കഥയ്ക്ക് ഒരു പേര് കൊടുക്കുക, അതാണ് ശീർഷകം കൊടുക്കുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എക്സാം. എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സസുമായിട്ടും വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.